ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ്? 3 മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. അതായത് 2016. മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂളാണ്. CPM ക്യാപ്സ്യൂളാണ്. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി KN ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ആകെ 3 മാസത്തെ കുടിശ്ശികയാണ്. അത് തോമസ് ഐസക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവുണ്ട്. അത് ഈ മാറ്റാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത താമസമാണ്. ഒരു കുടിശ്ശികയില്ല. അത് തോമസ് ഐസക് തന്നെ 2016 ധനകാര്യമന്ത്രിയായപ്പോൾ പ്രഖ്യാപിച്ചു. പാവ CPM-കാർക്ക് ഒരു ക്യാപ്സ്യൂള് കൊടുത്തിട്ടുണ്ട്. 18 മാസക്കാലം മുടങ്ങിയെന്ന് വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇല്ലെന്ന് രേഖകളുണ്ട്. രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടില്ലാണ്. അതുകൊണ്ട് ഞാൻ പറയാം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കും. ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. ഇത് 18 മാസത്തെ പെൻഷനില്ല, ആകെ 3 മാസത്തെ പെൻഷനെ കുടിശ്ശികയുണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിൽ തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയുമായി ബന്ധപ്പെട്ട് UDF-കാർ അവരുടെ കള്ളം ഉയർത്തിക്കാട്ടാറുണ്ട്. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഓരോ ആൾക്കും ഏകദേശം 15,000 രൂപ വരെ കുടിശ്ശികയും കൂടെ ചേർത്തുള്ള പെൻഷനാണ് കൊടുത്തത്. ഇത് 3 മാസത്തെ പെൻഷൻ ആവില്ലല്ലോ എന്ന് അതിനകത്ത് തന്നെ വ്യക്തമാണ്. എന്നാൽ ഈ ഒരു നിയമസഭാ രേഖ വെച്ച് ഇവർ സ്ഥിരമായി സംസാരിക്കാറുണ്ട്. എന്താണ് ഈ നിയമസഭാ രേഖ? നമുക്കതൊന്ന് പരിശോധിക്കാം. 2016 കാലത്തെ ധനമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് ശ്രീ M സ്വരാജിന് കൊടുത്തൊരു മറുപടിയാണ് ഇവർ പൊക്കി കാണിക്കുന്നത്. ഇതിൽ 3 ഉത്തരങ്ങളുണ്ട്. ആരാണ് ചോദ്യമെന്ന് നമുക്ക് വായിക്കാം. ചോദ്യം A: ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് പറയാമോ? ചോദ്യം B: ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ? ചോദ്യം C: ഇതിനായി എത്ര തുക ചെലവഴിച്ചു എന്നറിയിക്കാമോ? ആദ്യത്തെ ചോദ്യം എത്ര കുടിശ്ശികയുണ്ടായിരുന്നു, തരം തിരിച്ച് പറയാമോ എന്നുള്ളതാണ്. എന്നാൽ ക്വസ്റ്റ്യൻ B എന്താണ്? ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നതാണ് ചോദ്യം. അപ്പോ അത് വ്യക്തമായ ചോദ്യമാണ്. ആ B എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വായിക്കാം. ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ? ഉത്തരം എന്താണ്? 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും, ഒന്നുകൂടെ വായിക്കാം, 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെയുള്ള 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ചോദ്യം ബിയിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. 2014 നവംബർ മുതൽ ഡിസംബർ വരെ 2 മാസം, 2015 12 മാസം 14, 2016 4 മാസം 18. അപ്പോൾ മൊത്തം 18 മാസത്തെ ഉമ്മൻചാണ്ടി ഭരണകാലത്തെ പെൻഷനും ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നു. ചോദ്യം സിയിൽ എന്താണ്? ഇതിലേക്കായി എത്ര തുക ചിലവഴിച്ചു എന്ന് അറിയിക്കാമോ? 4,628 കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാക്കി പറയുന്നു. ഇനി ചോദ്യം എയിലേക്കും ഉത്തരം എയിലേക്കും പോകാം. എന്താണ് ആ ചോദ്യം ഉത്തരവും എയും? ആ ചോദ്യവും ഉത്തരവും ആണ് ഇവർ നിരന്തരം എടുത്തു കാട്ടുന്നത്. ചോദ്യം എന്താണ്? ഈ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് അറിയിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. തരം തിരിച്ച് പറയുന്നതിന് ഇടയിലാണ് ഇവർ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താണെന്ന് ഉത്തരം നമുക്ക് വളരെ വ്യക്തമായി ഓരോ വരിയായി നമുക്ക് വായിക്കാം. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ 2014 നവംബർ മാസത്തെയും കുടിശ്ശികയുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ടത്. 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയുണ്ടായിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചു കേൾക്കണം, കൂടെ വായിക്കാമേ. വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ട്. ഏത് മുതലുള്ള കുടിശ്ശിക? 2015 ഫെബ്രുവരി മുതലുള്ള തുക സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയുണ്ടായിട്ടുണ്ട്. അതായത് സർക്കാർ ഓർഡർ ഇറക്കി, പക്ഷെ പെൻഷൻ അവർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഈ സാങ്കേതിക തടസ്സങ്ങൾ, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന സാങ്കേതിക തടസ്സങ്ങൾ മൂലം വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ 2015 ഫെബ്രുവരി മുതലുള്ള തുകയെ കുടിശ്ശിക എന്നല്ലേ ഇതിന്റെ അർത്ഥം?
ഓർഡർ ഇറക്കി പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ പൈസ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് എത്തിയില്ല? ഈ DPT സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സാങ്കേതിക തടസ്സങ്ങൾ. ഈ സാങ്കേതിക തടസ്സങ്ങൾ നീക്കേണ്ടത് ആരാണ്? അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണോ ഇത് സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി ഇത് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടിയിരുന്നത്? അത് എത്തിക്കാത്തത് മൂലവും കുടിശ്ശികയായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു വാചകം ഈ UDFകാർ വായിക്കില്ല. ഒന്നുകൂടെ നമ്മൾ വായിക്കാം. 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DPT വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ട്. ഇവർക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു. ജനങ്ങളുടെ കയ്യിൽ പണം കിട്ടണം, ഈ പെൻഷൻ കിട്ടണമെന്ന ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഇതാ വിതരണം ചെയ്തു. പക്ഷെ ഈ കാര്യങ്ങളാൽ അവരുടെ കൈകളിലേക്ക് പണം എത്തിയിട്ടില്ല, വീടുകളിലേക്ക് പണം എത്തിയിട്ടില്ല. അതായത് ഇത് ഖജനാവിൽ തന്നെ പണം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ളത്. എത്ര കൃത്യമാണ് 2015 ഫെബ്രുവരി മുതലുള്ള തുക സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അതിന്റെ പോയിന്റ്. കൃത്യമായി 2014 നവംബർ മുതലുള്ള 3 മാസത്തെ ജനുവരി മുതലുള്ള കുടിശ്ശികയും 2015 ഫെബ്രുവരി മാസം മുതലുള്ള കുടിശ്ശിക ഈ DPT വ്യവസ്ഥയിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ മൂലവും കുടിശ്ശികയായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം തോമസ് ഐസക് കൊടുത്ത രണ്ടാമത്തെ ഉത്തരമായ 2014 നവംബർ മുതലുള്ള കുടിശ്ശിക എന്നത് തരംതിരിച്ചു പറയുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ 3 മാസം, 2015 ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് ഈ പണം ട്രഷറിയിലുണ്ട്, പക്ഷെ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇതിനകത്ത് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു ചോദ്യവും ഉത്തരത്തിലേക്ക് പോകാം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്ന MK മുനീർ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാം. പഞ്ചായത്തും സാമൂഹ്യനീതി മന്ത്രിയുമായിരുന്ന MK മുനീറിനോട് ശ്രീ KK ജയചന്ദ്രൻ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. ഓരോരോ ക്ഷേമ പെൻഷൻ പദ്ധതികളിലുമായി 2015 ഡിസംബർ 31 വരെ എത്ര തുക കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് നൽകാനുണ്ട് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ജില്ല തിരിച്ച് ലഭ്യമാക്കാമോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ തോമസ് ഐസക് പറഞ്ഞതുപോലെ 2015 ഫെബ്രുവരി മുതലുള്ള കുടിശ്ശിക ഉണ്ടെന്നും മാത്രവുമല്ല 2015 ഡിസംബർ 31 വരെ എത്ര കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 2015 കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇനി മുനീറിന്റെ മറുപടി അനുസരിച്ച് 2015 ഡിസംബർ 31 വരെ ജില്ല തിരിച്ച് 1398 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. ക്ഷേമ പെൻഷൻ പദ്ധതികളുടെ കുടിശ്ശിക തുകയുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ചുവടെ ചേർക്കുന്നു. അതായത് 2015 ഡിസംബർ 31 വരെയുള്ള കുടിശ്ശിക. അപ്പൊ കുടിശ്ശിക അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, 2015 ഡിസംബർ 31 വരെയുള്ള ക്ഷേമ പെൻഷനുകൾ യഥാസമയം കൊടുത്തു തീർക്കാനാവാതെ വന്ന സാഹചര്യം പരിശോധിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം, മുൻകാലങ്ങളിൽ വർഷങ്ങളിൽ 1, 2, 3 പ്രാവശ്യം പെൻഷൻ തുക നൽകി വന്നിരുന്ന പതിവ് മാറ്റി DPT സമ്പ്രദായം, അതായത് ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫർ, ബാങ്കിൽ നിന്ന് നേരിട്ട് ഉള്ള സമ്പ്രദായം മുഖേന അതാത് മാസം പെൻഷൻ അനുവദിക്കുന്ന രീതി അവലംബിച്ച അവസരത്തിൽ DPT ആരംഭിച്ച 2015 ഏപ്രിൽ മാസം മുതലുള്ള കുടിശ്ശിക. ഇനി നമുക്ക് മൂന്നാമത് C എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവ യഥാസമയം കൊടുക്കാൻ, അതായത് കുടിശ്ശിക യഥാസമയം കൊടുക്കാൻ വൈകിയ സാഹചര്യം വിശദീകരിക്കാമോ? DPT സമ്പ്രദായത്തിൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവ മുഖേനയും തീരെ അവശരായ ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് മണി ഓർഡർ മുഖേനയുമാണ് തുക അനുവദിക്കുന്നത്. ഗുണഭോക്താക്കളിൽ 60% തിരഞ്ഞെടുത്തിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് മുഖേനയുള്ള തുക അയക്കുന്നതിന് പ്രസ്തുത അക്കൌണ്ടുകൾ കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറുന്ന നടപടി നടക്കുന്നതിനാൽ പോസ്റ്റൽ അധികൃതർ തുക കൈപ്പറ്റാത്ത സാഹചര്യം നിമിത്തമാണ് 2015 സെപ്റ്റംബർ മാസം മുതലുള്ള തുക യഥാസമയം നൽകുന്നതിന് കാലതാമസമുണ്ടായത്. പ്രസ്തുത തുക ചെക്ക് മുഖേന നൽകിയിട്ടുണ്ട്. അതായത് 2015 ഫെബ്രുവരി മുതലുള്ള DPT സംവിധാനത്തിലുള്ള തുക സാങ്കേതിക തടസ്സങ്ങൾ മൂലം കുടിശ്ശിക വന്നിട്ടുണ്ട് എന്ന് തോമസ് ഐസക്കിന്റെ മറുപടിയിലെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. DPT വ്യവസ്ഥയിലുള്ള സംവിധാനം മൂലം തുക കൈപ്പറ്റാതെ ഇരുന്നിട്ടുണ്ട്. ചെക്ക് മുഖേന നൽകിയിട്ടുണ്ട്. ചെക്ക് മുഖേന എവിടെ കൊടുത്തിട്ടുണ്ട്? ചെക്ക് മുഖേന ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നല്ല, ഗുണഭോക്താക്കൾക്ക് കൊടുത്തിട്ടുണ്ടെന്നല്ല പറയുന്നത്. ഗുണഭോക്താക്കൾക്ക് നൽകാനായി അതാത് ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് ചെക്ക് എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല കേട്ടോ. ഇത്തരത്തിൽ ജനങ്ങൾക്ക്, ഗുണഭോക്താക്കൾക്ക് ഈ പണം കൈപ്പറ്റാത്ത രീതിയിൽ കളിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കിന്റെ മറുപടിയിലെ B വായിക്കുമ്പോൾ 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും എന്ന് പറഞ്ഞാൽ 18 മാസത്തെ കുടിശ്ശികയും പെൻഡിംഗ് ആണ് എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇനി വേണ്ടത്? ഇവർക്ക് ഗുണഭോക്താക്കൾക്ക് പൈസ കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംവിധാനം ക്ലിയറാക്കി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയില്ലേ? ആ ശ്രമം നടത്താതിരുന്നത് ഈ പൈസ ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്താതെ അത് ഖജനാവിൽ തന്നെ കിടന്ന് ഇത്ര രൂപ ഖജനാവിൽ ബാക്കിയുണ്ട് എന്ന് കാണിക്കാനുള്ള വഴിയാണ്, കളിയാണ്
ഉമ്മൻചാണ്ടി സർക്കാർ ഈ പാവങ്ങളോട് ചെയ്തത്? 18 മാസത്തെ പെൻഷനും പെൻഡിംഗ് ആയിരുന്നു എന്നതിൽ ഇതിൽ പരം എന്ത് തെളിവാണ് ഇവർക്ക് വേണ്ടത്? മുനീറിന്റെ മറുപടിയിലെ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. എന്താണ് അത് ഭാഗം? 2015 സെപ്റ്റംബർ മാസം മുതലുള്ള തുക യഥാസമയം നൽകുന്നതിന് കാലതാമസമുണ്ടായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ളത് കൊടുത്തു എന്നല്ലേ അർത്ഥം എന്ന് നിങ്ങൾക്ക് തോന്നാം. അല്ല, ഓരോ ഘട്ടത്തിലും ഇത്ര മാസത്തേക്കുള്ള പെൻഷൻ അവർ ഓരോരോ ഘട്ടമായാണ് ഓരോരോ ഓർഡർ വഴി അവർ അനുവദിക്കുക. അങ്ങനെയുള്ള ഓർഡർ പ്രകാരം 2015 ഓഗസ്റ്റ് മാസം വരെയുള്ളത് അവർ കൊടുക്കാനായിട്ട് മുതിർന്നിട്ടുണ്ട്. പക്ഷെ അവർ കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു, സാങ്കേതിക തടസ്സങ്ങൾ എന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2015 സെപ്റ്റംബർ മാസം മുതലുള്ള തുകയും ഇതേ രീതിയിൽ അവർ ഓർഡർ ഇറക്കി, അവിടെ ചെക്ക് കൈമാറി എന്ന് പറഞ്ഞു. പക്ഷെ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. ചുരുക്കത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് പെൻഷൻ കൊടുക്കാതിരിക്കുക, ഞങ്ങൾ ഇതാ ഓർഡർ ഇറക്കി, ഇതാ ചെക്ക് കൊടുത്തു, ചെക്ക് അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ ഈ പെൻഷൻ ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഈ ഡാറ്റാസ് വെച്ച് തന്നെ കൃത്യമല്ലേ? ഇനി നമുക്ക് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയുടെ ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാം. 2015 ഫെബ്രുവരി മുതലുള്ള ഗുണഭോക്താക്കൾക്ക് DPT എന്നൊക്കെ എഴുതിയിട്ട് ബാങ്ക് അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും കുടിശ്ശികയായിട്ടുണ്ട്. ഇതിപ്പോ എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്? ചുരുക്കത്തിൽ 2014 സെപ്റ്റംബർ മുതൽ 2016 ഏപ്രിൽ വരെയുള്ള 18 മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. തോമസ് ഐസക്കിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇനി ആരും വരണ്ട, ഈ ഒരൊറ്റ ലൈൻ വായിച്ചാൽ മതി. അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നതും മൂലവും കുടിശ്ശികയുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേട്ടാ, അങ്ങനെ ഒരു ആത്മാർത്ഥതയും പെൻഷന്റെ കാര്യത്തിൽ ഈ പാവങ്ങളോട് ഉമ്മൻചാണ്ടി കാണിച്ച ദ്രോഹപരമായ കാര്യമാണ് നമുക്ക് ഇതിലൂടെ തെളിയുന്നത്. 18 മാസത്തെ പെൻഷനും ഇവർ കൊടുക്കാതെ തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ ഭരിക്കുന്ന സമയത്ത് 2011, 2016 കാലഘട്ടത്തിൽ ഏതൊക്കെ സമയങ്ങളിൽ കൊടുക്കാതെ പോയിട്ടുണ്ട്, എത്ര മാസം വരെയുള്ള പെൻഷൻ അവർ ഇടയ്ക്കിടയ്ക്ക് പെൻഡിംഗ് ഇട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ആ ഇടയ്ക്കിടയ്ക്ക് വന്ന പെൻഷൻ കുടിശ്ശിക വരുമ്പോൾ എപ്പോൾ നിങ്ങൾ പെൻഷൻ കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് അവർ എന്ത് ഉത്തരമാണ് നൽകിയെന്നും നമുക്ക് കാണാം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തോമസ് ഐസക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ, എത്ര മാസത്തെ എന്ന് മുതലുള്ള ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായിട്ടുള്ളത്? ഉത്തരം എന്താണ്? സെപ്റ്റംബർ 2014 മുതൽ 8 മാസം വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ സെപ്റ്റംബർ 2018 മുതൽ 8 മാസം, വിധവാ പെൻഷൻ സെപ്റ്റംബർ 14 മുതൽ 8 മാസം, 50 വയസ്സിന് മേളിലുള്ളവരുടെ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ 2014 മുതൽ 10 മാസവും. ഈ ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ് 2014 സെപ്റ്റംബർ മുതൽ 10 മാസം എന്ന് പറഞ്ഞാൽ 2015 മെയ് മാസം വരെ പെൻഡിംഗ് ആയിരുന്നു, കുടിശ്ശികയായിരുന്നു എന്നാണ്. അതായത് ഈ ചോദ്യം ചോദിക്കുന്നത് 2015 മെയ് മാസങ്ങളിലാണ്. ഇപ്പോഴും ഇത് കുടിശ്ശികയായിരുന്നു. പിന്നെ എങ്ങനെയാണ് 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ മാത്രമേ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുക? ഇവർ നിരന്തരം കുടിശ്ശികയിട്ടിരുന്നു. DPT സമ്പ്രദായം വഴി ജനങ്ങൾക്ക് എത്തിക്കേണ്ട പണം DPT സമ്പ്രദായം അതിന്റെ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാതെ മനഃപൂർവ്വം ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയ്ക്കിട്ട് ചെക്ക് കൊടുത്തു, അവിടെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു, അവിടെ ഞങ്ങൾ ട്രഷറിയിൽ ഇട്ടു എന്ന് പറയുന്നതല്ലാതെ ജനങ്ങളുടെ കയ്യിൽ ഈ ക്ഷേമ പെൻഷനുകൾ എത്തിയിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നും കൂടി വ്യക്തമല്ലേ? ഇനി ക്ഷേമ പെൻഷനുകൾ നിങ്ങൾ കുടിശ്ശിക വരുത്തുമ്പോൾ എപ്പോൾ കൊടുക്കുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതൊന്ന് നമുക്ക് കാണാം. ലീഗിന്റെ സി മമ്മൂട്ടി കൊടുത്ത ചോദ്യമാണ്. 2015 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചോദിക്കുന്ന ചോദ്യമാണിത്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന പരാതി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ 2015 ഏപ്രിൽ മെയ് മാസങ്ങളിലും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്നും കൂടി വ്യക്തമാണ്. അതാണ് ചോദ്യം എയുടെ ഉത്തരം. ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാണ് 2015 ഏപ്രിൽ മെയ് മാസങ്ങളിലും ഇവർ പണം കൊടുത്തിട്ടില്ല. ഇനി ബാക്കി 2015 ഫെബ്രുവരി വരെയുള്ള പെൻഷൻ കുടിശ്ശിക നൽകാൻ എത്ര തുക വേണ്ടി വരുമെന്ന് വ്യക്തമാക്കാമോ? കുടിശ്ശിക മുഴുവൻ അടിയന്തരമായി കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കുമോ? അതാണ് ഉത്തരം. 2015 വരെയുള്ള പെൻഷൻ കുടിശ്ശിക കണക്ക് ജില്ലാ കളക്ടറിൽ നിന്ന് വിവരം ശേഖരിച്ചു വരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 2015 മാർച്ചിൽ ചോദിക്കുമ്പോഴും 2015 ഫെബ്രുവരിയിൽ കൊടുത്തിട്ടില്ല എന്ന് ഇതിൽ വ്യക്തമാകുന്നു.
അവസാനത്തെ ചോദ്യം നോക്കൂ, കുടിശ്ശിക മുഴുവൻ അടിയന്തരമായി കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കുമോ? എന്താണ് ഉത്തരം? ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് കുടിശ്ശിക പെൻഷൻ വിതരണം നടത്തുന്നതാണ് എന്ന്. അതായത് ഫണ്ടിന്റെ ലഭ്യത, എപ്പോഴെങ്കിലും ഒരു ഫണ്ട് വരും, ആ ഫണ്ട് വരുമ്പോൾ ഞങ്ങൾ കൊടുക്കും. അതല്ലാതെ ഇതിന് കൃത്യമായി എന്തെങ്കിലും നടപടിക്രമങ്ങളോ കൊടുക്കുവാൻ ഇവർക്ക് ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നുകൂടി വ്യക്തമാകുകയാണ്. നോക്കൂ, എത്ര വ്യക്തമാണ്. 2014 നവംബർ മുതൽ 2016 ഏപ്രിൽ വരെയുള്ള 18 മാസത്തെ പെൻഷൻ പെൻഡിംഗ് ആയിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇതിന് വേണ്ടത്? നിയമസഭാ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പൊളിച്ചടുക്കുകയാണ്. പിണറായി സർക്കാർ കൈക്കൊണ്ട നടപടി എന്താണ്? എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൊടുക്കാനായി പെൻഷൻ ബോർഡ് രൂപീകരിക്കുകയും പെൻഷൻ കമ്പനി രൂപീകരിക്കുകയും കമ്പനി വഴി എല്ലാവർക്കും കൃത്യമായും ഓരോ മാസവും പെൻഷൻ തുക എത്തുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ട്, പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് കണ്ടപ്പോൾ ക്ഷേമ പെൻഷൻ കമ്പനി കടമെടുക്കാൻ അനുവദിക്കാതിരിക്കുകയും കേന്ദ്ര സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും കേന്ദ്രം നടത്തിയ കേരള വിരുദ്ധ സമീപനത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് UDF ചെയ്തത്. ഇനി ഓരോ കാര്യം പറഞ്ഞു 18 മാസമില്ല 3 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി ഞങ്ങളുടെ മുന്നിൽ വരണ്ട.